അധ്വാനം കൊണ്ട് അവൻ വിയർക്കാറുണ്ട്, അവൻ ക്ഷീണിതനാവാറുണ്ട്. ഇന്ന് രാത്രിയിൽ എന്നെ സ്നേഹിക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ പകലന്തിയോളം പാടത്ത് പണിയെടുത്ത് വിയർത്ത് വീട്ടിൽ പോയി റെഡിയായി യോഗത്തിന് വന്നവനാണ്. ഒരുപക്ഷെ എന്നെ തെരുവീതികളിൽ, തെരുക്കോണുകളിൽ, ദക്ഷിണുകളിൽ ശ്രമിക്കുന്ന പ്രിയ ശ്രോതാക്കൾ തങ്ങളുടെ അധ്വാന ഭാരം കഴിഞ്ഞ ശേഷം വിയർപ്പോടെ തന്റെ മക്കൾക്ക് ആഹാരം കൊടുക്കുവാൻ വേണ്ടി, തന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാൻ വേണ്ടി ഭവനത്തിലേക്ക് നീങ്ങുന്നവരായിരിക്കാം. ഒരു നിമിഷം എന്നെ ശ്രദ്ധിക്കൂ. യേശുക്രിസ്തു പറഞ്ഞതായ വാക്കുകൾ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ എല്ലാവരുമേ എന്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. പ്രിയമുള്ളവരെ, ലോകത്ത് അനേക തത്വചിന്തകന്മാരുണ്ട്, ലോകത്ത് അനേക ജ്ഞാനികളുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ യേശു മറ്റുള്ളവരെക്കാൾ എല്ലാവരെക്കാൾ വ്യത്യസ്തനെന്ന് പറയുവാൻ ഭാരപ്പെടുന്ന മനുഷ്യനെ നോക്കി, വീരപ്പെടുക്കുന്ന മനുഷ്യനെ നോക്കി യേശുവിനെ പറയുവാൻ ഒരു വാക്കുണ്ട്. അധ്വാനിക്കുന്ന മനുഷ്യ, ഭാരപ്പെടുന്ന മനുഷ്യ എന്റെ അടുക്കിലേക്ക് കടന്നു വരിക. ജാതി, മത, വർഗ, വ്യത്യാസം കൂടാതെ ഇന്ന് രാത്രിയിൽ നിന്റെ ഭാഷയെന്നോ നിന്റെ കള്ളമെന്നൊന്നും ആ വ്യത്യാസമില്ലാതെ, ജാതിയോ മതമോ വർഗമോ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരേപോലെ ചടിക്കുകയാണ് ഇന്ന് രാത്രി. യേശു അധ്വാനിക്കുന്ന സ്നേഹിത, ഭാരപ്പെടുന്ന സ്നേഹിത എന്റെ അടുക്കിലേക്ക് വരൂ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകി തരുവാൻ മതിയായവനാണ്. അതത്രേ ഇന്ന് രാത്രി ഞങ്ങൾക്ക് വിളിച്ചു പറയുവാനുള്ള ദൈവിക സന്ദേശം എന്ന് പറയുന്നത്. യെസ്, ഈ മാങ്കോട് ദേശം ഇന്ന് രാത്രിയിൽ യേശു വിളിച്ചു പറയുകയാണ്, അധ്വാനിക്കുന്ന സ്നേഹിത എന്റെ അടുക്കിലേക്ക് വരൂ, ഞാൻ നിനക്ക് ആശ്വാസം തരുവാൻ മതിയായവനാണ്. എവിടെയാണ് മനുഷ്യൻ ആശ്വാസം ലഭിക്കേണ്ടത്? ഏത് ഭാരമാണ് മനുഷ്യൻ ചുമക്കേണ്ടത്? ന്യായമായ ചോദ്യമാണ്. വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ ഇതാ ഇന്ന് യേശു ക്രിസ്തുവിനെ നമ്മെ ക്ഷണിക്കുകയാണ്. ജനത്തെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ക്ഷണം സ്വീകരിക്കുവാൻ ഇന്ന് രാത്രിയിൽ തയ്യാറാണോ? എന്നെ സ്നേഹിക്കുന്ന പ്രിയ സ്നേഹിതരെ, ഒരുപക്ഷെ നിന്റെ യേശുവിന്റെ ക്ഷണം ഇതുവരെ കേട്ടിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ എന്റെ യേശുവിന്റെ ക്ഷണം നിന്റെ കാതുകളിൽ മുഴുകിയാണ്. ആശ്വാസത്തിന് വേണ്ടി ദൈവം എന്തിനു വേണ്ടിയാണ് യേശു ക്രിസ്തു വിളിക്കുന്നത്? മനുഷ്യൻ പാപഭാരം ചുമക്കുന്നവനാണ്. മനുഷ്യന്റെ പാപഭാരത്തിൽ നിന്ന് വിടുതൽ തരുവാൻ വേണ്ടി യേശു വിളിക്കുകയാണ്. എന്തുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ അസ്വസ്ഥനായി തീരുന്നു, അവന്റെ സമാധാനം ഇല്ലാതായി തീരുന്നു? കാരണം പാപമാണ് അതിന് കാരണം. മനുഷ്യൻ പാപിയായിരുന്ന നിമിത്തം ജന്മപാപം കടന്നുപോകുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ സമയത്തിന്റെ പരിമിതി നിമിത്തം ഞാൻ കാര്യങ്ങളിലേക്ക് കടപ്പാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. മനുഷ്യന്റെ പാപം അവനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. ഇന്ന് രാത്രിയിൽ പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാതെ, ദൈവത്തിന്റെ സന്നിധിയോട് എടുക്കുവാൻ കഴിയാതെ പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. അത് നിമിത്തം അവൻ നിരാശയിലായി തീരുന്നു. അവന്റെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടുന്നു. അവന്റെ ജീവിതത്തിൽ അവന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നു. സ്നേഹിതരെ, ഈ ലോകത്തിലേക്ക് കണ്ണോടിച്ചു നോക്കൂ. മനുഷ്യൻ സമാധാനത്തിന് വേണ്ടി അത് ശ്രമിക്കുന്നതായ വഴികൾ, സമാധാനത്തിന് വേണ്ടി കണ്ടെത്തുന്നതായ വഴികൾ മനുഷ്യന് സമാധാനം തരുന്നുവോ? രാവിലെ സന്തോഷത്തോടെ നമ്മുടെ വീട്ടിൽ വരുന്നതായ ന്യൂസ് പേപ്പർ എടുത്ത് നാം നോക്കാറുണ്ട്, എന്തെങ്കിലും ആനന്ദത്തിന്റെ സന്തോഷത്തിന്റെ വാർത്തയുണ്ടോന്ന്. പക്ഷേ നമുക്ക് ആ പത്രങ്ങളിൽ കാണുവാൻ കഴിയുന്ന സന്തോഷത്തിന്റെ വാർത്തയാണോ? കൊള്ളയുടെയും വെട്ടിപ്പിന്റെയും തട്ടിപ്പിന്റെയും വാർത്തകളല്ലേ പലപ്പോഴും രാവിലെ കോഫിയുടെ കൂടെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത്. രാത്രിയുടെ യാമങ്ങളിൽ അത് നമ്മൾ വാർത്തകൾ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും TV വീക്ഷിക്കുന്നവർക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതാ ജീവൻ TV എന്ന് പറയുന്ന ഇതിൽ ഒരു പ്രോഗ്രാമുണ്ട്, പോലീസ് ഫയർ. അതോടൊപ്പം തന്നെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെയുള്ള ചാനലുകൾ ശ്രദ്ധിക്കുന്ന എന്റെ പ്രേക്ഷകർക്ക്, ഒരുപക്ഷെ എന്റെ ശ്രോതാക്കൾക്ക് മനസ്സിലാക്കാൻ കഴിയും ദിനത്തോറും കാലഘട്ടത്തിൽ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ. ഒരു മനുഷ്യനും അറിയത്തില്ല ലോകം എങ്ങോട്ട് പോകുന്നുവെന്ന്. പണത്തിനു വേണ്ടി, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ മടിക്കാത്ത ഒരു ജനസമൂഹത്തെയല്ലേ ഇന്ന് നാം കാണുന്നത്. പാപം എല്ലാ മനുഷ്യരിലും കടന്നിരിക്കുന്നു. ഒരു വ്യത്യാസമുള്ള എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. എന്തിനേറെ പറയുന്നു, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം
രാത്രിയിലും യേശു പറയുന്നു, ഞാൻ ആശ്വാസം തരുവാൻ, നിന്റെ പാപഭാരത്തിൽ നിന്ന് നിന്നെ വിടുവിപ്പാൻ മതിയായവനാണ്. എന്റെ അടുക്കിലേക്ക് ഓടി വരിക. പാപം ചെയ്തതായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അവന്റെ സമാധാനം നഷ്ടപ്പെടുന്നു. അത് മാത്രമല്ല, അവൻ പേടി, നിരാശ, ഭയം അവനെ കടന്നു പിടിക്കുന്നു. പാപം ചെയ്ത മനുഷ്യൻ അവൻ പോലീസിൽ നിന്ന് ഓടി പറയുകയാണ്. അത് നിമിത്തം അവന്റെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു. അവൻ നിരാശനാണ്. അവന്റെ ജീവിതത്തിൽ നാളെ എന്ത് സംഭവിക്കുന്നറിയില്ല. അവൻ ഭയമാണ്. ഇന്ന് രാത്രിയിൽ എന്നെ ശ്രമിക്കുന്ന പ്രിയമുള്ളവരെ, നിന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ നിന്റെ ഭാവിയെ ഓർത്ത്, നിന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത്, അതാ നിന്റെ ജീവിതത്തിന്റെ നാളെയെ കുറിച്ച് നീ ഭാരപ്പെടുന്നുവെങ്കിൽ ഇന്ന് രാത്രി യേശു പറയുകയാണ്, എന്റെ അടുക്കിലേക്ക് കടന്നു വരിക, ഞാൻ നിനക്ക് ആശ്വാസം തരുവാൻ മതിയായവനാണ്. ഇവിടെ ഇരിക്കുന്ന എനിക്കറിയാം ഭൂരിഭാഗം പേരും വിശ്വാസികളാണ്. ഇന്ന് രാത്രിയിൽ പ്രിയമുള്ളവരെ, ഞാൻ ഉയർത്തപ്പെട്ടാൽ സകലരെയും എങ്കിലേക്ക് ആകർഷിക്കാമെന്ന് പറഞ്ഞതായ ആ ആകർഷണ വലയത്തിൽ ആ പിതാവിൻ്റെതായ സ്നേഹത്താൽ ക്ഷണിക്കപ്പെട്ടവരാണ് ഇന്ന് രാത്രി ഈ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്നെ ശ്രമിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾക്കതായ രക്ഷയുടേതായ ജീവന്റേതായ ദൈവത്തിന്റെ വചനം കേട്ടാൽ എങ്ങനെ അടങ്ങിയിരിക്കാൻ കഴിയും? ഇന്ന് രാത്രി സന്തോഷമുള്ളവർ ആത്മനിറവിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രിയിൽ യേശു പറയുകയാണ്, ആശ്വാസം തരുവാൻ, നിന്റെ ഭയത്തിൽ നിന്ന് വിടുവിക്കുവാൻ, നിന്റെ നിരാശയിൽ നിന്ന് വിടുവിക്കുവാൻ, നിന്റെ അസമാധാനത്തിൽ നിന്ന് വിടുവിക്കുവാൻ യേശു തന്റെ ജനത്തെ വിളിക്കുകയാണ്. ക്ഷണനം ഒരു വ്യക്തികൾക്ക് മാത്രമല്ല, ഒരു ഗോത്രത്തിന് മാത്രമല്ല, പിന്നെയോ ഒരു വർഗത്തിന് മാത്രമല്ല, പിന്നെയോ സകലരെയും യേശു ക്ഷണിക്കുകയാണ്. മനുഷ്യൻ പാപം ചെയ്തു കഴിയുമ്പോൾ അവനെ നിരാശ, ഭയം എന്നിവ അവനെ അടിമപ്പെടുത്തുന്നത് കൂടാതെ അവൻ പാപത്തിന് അടിമയായിത്തീരുന്നു. എന്നാൽ അതിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ കാൽവരി ക്രൂശിൽ മരിച്ചതായ യേശുവിന്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. നിന്റെ പാപം എത്ര കടുചുവപ്പായാലും അത് യുവത്തേക്കാൾ വെളുപ്പിക്കുവാൻ യേശുവിന്റെ രക്തത്തിന് കഴിയും. യേശുവിന്റെ കാൽവരി ക്രൂശിലെ മരണം നമ്മുടെ ജീവിതത്തിൽ പാപത്തിന്റെ ജയം നൽകിയാലാകിയ ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്ന ദൈവമാണ്. കരങ്ങൾ തട്ടി ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയുടെ വ്യാപരിക്കുകയാണ്. ഭാരത്തോടെ, നിരാശയോടെ,